എറണാകുളം വന്ദേ ഭാരത് ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ ഗണഗീതം പാടിപ്പിച്ച സംഭവം പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളമെമ്പാടും ഉയർന്നു വരുന്നത്. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുലേഖ, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്വേഷ രാഷ്ട്രീയം, വിഭജന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത് കേരളത്തിലും വേരുറപ്പിക്കാനായുള്ള നീക്കങ്ങളുടെ നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പോലും എന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. വിനിഷ, എന്തായാലും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത്. ഈ നടപടി, ദക്ഷിണ റെയിൽവേയുടെ ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതിനൊപ്പം തന്നെ അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് അത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടുകൂടിയാണ് ഈ ഗണഗീതം, വിദ്യാർത്ഥികൾ ആലപിച്ച ഗണഗീതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ നടപടി അത് പരിഹാസ്യരാകുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി പ്രവർത്തിച്ച റെയിൽവേയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ RSSന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുപിടിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചുകടത്തിലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത്. അതിനൊപ്പം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് എന്നതുകൂടി മുഖ്യമന്ത്രി ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയരണം എന്നതുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നാണ് ഇത്തരത്തിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ സർവീസ് ഉദ്ഘാടനം ഉണ്ടായത്. അതിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. വിനീഷ.